നമ്മൾ സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ നമ്മളത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആ സബ്ജക്റ്റിൻ്റെ പേര് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാവണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കാരണം സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ എന്താണ് സിഗ്നൽസ് എന്നും എന്താണ് സിസ്റ്റംസ് എന്നുമുള്ള ഒരു ബേസിക് നോളജ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം അത് വെച്ചിട്ടാണ് അതാണ് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കും മറ്റുമൊക്കെ നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകളിലും മറ്റുമൊക്കെ ആയിട്ട് കടക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സിഗ്നൽസ്, എന്താണ് സിസ്റ്റംസ്, അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. ഓക്കെ, സിഗ്നൽ എന്താണ് എന്നുള്ള കാര്യമാണ്. എനിത്തിങ് ദാറ്റ് ക്യാരീസ് ഇൻഫർമേഷൻ. എനിത്തിങ് ദാറ്റ് ക്യാരീസ് ഇൻഫർമേഷൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്ന, ഒരു ഇൻഫർമേഷനെ കൊണ്ടുപോകുന്ന, ഒരു ഇൻഫർമേഷൻ അടങ്ങിയിട്ടുള്ള, ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വിവരം, എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിവരം ഒരു സംഭവത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സിഗ്നൽ എന്ന് വിളിക്കുക. നമ്മൾ എക്സാമ്പിൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇത് ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ആ സംസാരത്തിൽ ഒരു ഇൻഫർമേഷൻ ഉണ്ടാകും. അപ്പം നമ്മുടെ സംസാരം, സ്പീച്ച് എന്ന് പറയുന്നത് ഒരു സിഗ്നലാണ്. മ്യൂസിക് എന്ന് പറഞ്ഞാൽ സംഗീതം, അതിലൊരു ഇൻഫർമേഷൻ ഉണ്ട്. അപ്പം മ്യൂസിക് എന്ന് പറയുന്നത് ഒരു സിഗ്നലാണ്. ഒരു ഓട്ടോമൊബൈലിൻ്റെ അല്ലെങ്കിൽ ഒരു വെഹിക്കിളിൻ്റെ സ്പീഡ്, ആ സ്പീഡിൽ ഒരു ഇൻഫർമേഷൻ ഉണ്ട്, ഇത്ര സ്പീഡ് എന്നുള്ളത്. അപ്പം നമ്മുടെ സ്പീഡ് കാണിക്കുന്ന ആ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു സിഗ്നലാണ്. അപ്പം സിഗ്നൽ എന്താണ് എന്നുള്ള ഒരു ബേസിക് ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് സിസ്റ്റം എന്ന് പറയുന്നത്? സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏതൊരു ഫിസിക്കൽ ഡിവൈസ് ആവാം, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ആവാം. അപ്പം അതൊരു ഡിവൈസ് ആകും. ചിലപ്പോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിനൊക്കെ സിസ്റ്റം എന്ന് പറയാറുണ്ട്. സാധാരണ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ടാസ്ക് ചെയ്യാനായിട്ട് നമ്മൾ കൂട്ടിച്ചേർക്കുന്ന ഒരുപാട് വസ്തുക്കളെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് സിസ്റ്റം എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററും കമ്പ്യൂട്ടറിൻ്റെ CPU-വും ഇങ്ങനെ ഒരുപാട് ഭാഗങ്ങൾ ചേർന്നിട്ടാണ് നമ്മൾ പറയാറുണ്ട്, അല്ലേ? അതേപോലെ ഇവിടെ സിസ്റ്റം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ഫിസിക്കൽ ഡിവൈസ് ആവാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ആവാം. അപ്പോൾ അതിന് സിസ്റ്റം എന്ന്, എല്ലാ കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെയും എല്ലാ ഫിസിക്കൽ ഡിവൈസിനെയും നമ്മൾ സിസ്റ്റം എന്നല്ല പറയുക. എപ്പോഴാണ് അതിന് സിസ്റ്റം എന്ന് പറയുക? ആ സിസ്റ്റത്തിലേക്ക് നമ്മളൊരു സിഗ്നൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആ സിസ്റ്റത്തിലേക്ക് നമ്മളൊരു സിഗ്നൽ അപ്ലൈ ചെയ്താൽ അതിൽ നിന്ന് പുതിയ ഒരു സിഗ്നൽ ജനറേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ നമ്മളതിനെ സിസ്റ്റം എന്ന് വിളിക്കാം. നമ്മൾ ഈ ഒരു ടെർമിനോളജിയിൽ അല്ലെങ്കിൽ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ അങ്ങനെയുള്ള ഒരു ഡെഫിനിഷനാണ് സിസ്റ്റത്തിന് കൊടുക്കുന്നത്. എനി ഫിസിക്കൽ ഡിവൈസ് ഓർ കമ്പ്യൂട്ടർ പ്രോഗ്രാം can be considered a system if the application of a signal to it generates a new signal. അതിലേക്ക് നമ്മളൊരു സിഗ്നൽ കൊടുക്കുകയാണെങ്കിൽ അത് പുതിയൊരു സിഗ്നലിനെ ഉണ്ടാക്കുന്നു എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഏതൊരു പ്രോഗ്രാമിനെയും അല്ലെങ്കിൽ ഡിവൈസിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് സിസ്റ്റം. ഇനി മാത്തമാറ്റിക്കലി നമ്മൾ എങ്ങനെയാണ് സിഗ്നൽസിനെ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് പറയേണ്ടത്. കാരണം എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ഫിസിക്കൽ ഡിവൈസ് ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാം ആണെങ്കിലും ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ മാത്തമാറ്റിക്കൽ അനാലിസിസും മാത്തമാറ്റിക്കലി എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, മോഡൽ ചെയ്യാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം അനാലിസിസ് നടത്തണമെന്നുണ്ടെങ്കിൽ മാത്തമാറ്റിക്സ് ആണ് ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗം. അപ്പോൾ നമ്മളെല്ലാ സിസ്റ്റങ്ങളെയും സിഗ്നൽസിനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ മാത്തമാറ്റിക്കലി എഴുതാം. എന്ന് പറഞ്ഞാൽ കണക്കായിട്ട് ഇക്വേഷനുകളൊക്കെ ആയിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ സിഗ്നൽ എന്ന് പറഞ്ഞാൽ അത് ഇലക്ട്രിക്കൽ സിഗ്നൽ ആകാം, അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക്, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നലുകൾ, അതുപോലെ സ്പീച്ച്, മ്യൂസിക്, ഇതൊക്കെ പറയുകയാണെങ്കിൽ നമുക്കിതിനെല്ലാം മാത്തമാറ്റിക്കലി കണക്ക്, ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് എഴുതാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് എഴുതുക എന്നുള്ളതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ് പറയുന്നത്. നമുക്ക് ഫംഗ്ഷൻ ആയിട്ട് എഴുതാമെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ പറയാറുണ്ട് y is equal to f of t എന്ന് പറഞ്ഞാൽ എന്താണ്? y എന്ന് പറയുന്ന സംഭവം ടിയിലുള്ള ഒരു ഫംഗ്ഷൻ ആണെന്ന് പറയും. ടിയുടെ ഒരു ഫംഗ്ഷനാണ്. ടി എന്ന് പറഞ്ഞാൽ ടൈം സാധാരണ നമ്മൾ പറയാറുണ്ട്, അല്ലേ? അപ്പോൾ വൈനെ ടിയുടെ ടേംസിൽ എഴുതാം. അതായത് സമയത്തിന്റെ അടിസ്ഥാനം, സമയം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഇക്വേഷൻ ആയിക്കൊണ്ട് നമുക്ക് വൈനെ എഴുതാം. അത് ജസ്റ്റ് സിമ്പിളായിട്ട് കാര്യം പറയാണ്. സാധാരണ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ വേരിയബിൾ ആണ് എഴുതാറുള്ളത്. അപ്പൊ ഇവിടെ ഒന്നോ അതിലധികമോ ഇൻഡിപെൻഡന്റ് വേരിയബിൾസിന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ സിഗ്നൽസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ മാത്തമാറ്റിക്കലി എങ്ങനെ സിഗ്നൽസിനെ റെപ്രസെന്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ
ഒരൊറ്റ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ടൈം ആവാം, ഫ്രീക്വൻസി ആവാം, സ്പേഷ്യൽ കോർഡിനേറ്റ്സ് എക്സ് വൈ ഇസെറ്റ് പോലുള്ള എക്സ് ആക്സിസ് വൈ ആക്സിസ് സെഡ് ആക്സിസ് നമ്മൾ പഠിച്ചിട്ടില്ലേ. സ്പേഷ്യൽ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്പേസിലുള്ള ഒരു പോയിന്റിനെ 2 ഡയമെൻഷനൽ ആണെങ്കിൽ എക്സ് വൈ എന്നും 3 ഡയമെൻഷനൽ ആണെങ്കിൽ എക്സ് വൈ സെറ്റ് എന്നൊക്കെ പറയാം. അത് എക്സ് ആക്സിസ് വൈ ആക്സിസ് സെഡ് ആക്സിസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒന്നോ അതിലധികമോ ഇൻഡിപെൻഡന്റ് വേരിയബിൾസിന്റെ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് സിഗ്നൽസിനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ള കാര്യവും കൂടെ നമ്മളിവിടെ എന്ത് ചെയ്യാം, മനസ്സിലാക്കിയിട്ട് വയ്ക്കാം. ഓക്കെ, സോ എന്താണ് സിഗ്നൽസ്, എന്താണ് സിസ്റ്റം എന്നുള്ള കാര്യം നമ്മൾ ബ്രീഫായിട്ട് പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് സിഗ്നൽസിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സിഗ്നൽസിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് വൺ ഓർ മോർ ദാൻ വൺ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എന്നുള്ളതാണ്. ഒന്നോ അതിലധികമോ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ടാകും ആ ഒരു ഫംഗ്ഷനിൽ. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ സ്പീച്ച് ആണെന്നുണ്ടെങ്കിൽ ഒരു 1 ഡയമെൻഷണൽ പോലെയാണ്, ഇമേജ് ആണെങ്കിൽ 2 ഡയമെൻഷനലാണ്, ഇലക്ട്രോ മാഗ്നറ്റിക്സ് അത് 2 ഡയമെൻഷനിലാണ്, 2 വേരിയബിൾ. ടി വി പിക്ചർ ആണെങ്കിൽ 3 ഡയമെൻഷനിലാണ്, 3 വേരിയബിൾ ഉണ്ടാകും, പറയുകയാണെങ്കിൽ എക്സ് വൈ, അതേപോലെ ടൈം. റൂം ടെമ്പറേച്ചർ ആണെങ്കിൽ 4 വേരിയബിൾസ്, 4D ആണ്, 4 ഡയമെൻഷനാണ്, എക്സ് വൈ സെറ്റ് ടി. ഇങ്ങനെ ഒന്നോ അതിലധികമോ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ടാകും എന്നുള്ളതാണ്, ആ ഇൻഡിപെൻഡന്റ് വേരിയബിൾസിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് സിഗ്നൽസിന്റെ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് റാൻഡംനെസ് ആണ്. റാൻഡംനെസ് കൂടുന്നതിനനുസരിച്ച് ഇൻഫർമേഷൻ കണ്ടന്റ് കൂടും, അപ്പോൾ സിഗ്നലിന്റെ സ്ട്രെങ്ത് കൂടും. അപ്പോൾ ഒരു സിഗ്നലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അതിന്റെ റാൻഡംനെസ് കൂടുകയാണെങ്കിൽ ഇൻഫർമേഷൻ കണ്ടന്റും അതേപോലെ സിഗ്നൽ സ്ട്രെങ്ത്തും കൂടുന്നു. ബാൻഡ് വിഡ്ത്ത്, അതായത് നമുക്ക് ഒരു സിഗ്നൽ നമ്മുടെ കയ്യിലുണ്ട്, ആ സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ആവശ്യമായ മിനിമം ബാൻഡ് വിഡ്ത്ത് എത്രയാണ്? ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ആ ഫ്രീക്വൻസിയുടെ റേഞ്ച്, അല്ലെങ്കിൽ ആ ഒരു റേഞ്ച്, എത്ര റേഞ്ചിലാണ് നമ്മൾ ഈ സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിർബന്ധമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ സിഗ്നൽസിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഈ 3 കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും ഓർത്തു വെക്കുക. ഏതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളത്? ഒന്നാമത്തേത് ഒന്നോ അതിലധികമോ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ടായിരിക്കണം, രണ്ടാമത്തേത് റാൻഡംനെസ്, മൂന്നാമത്തേത് ബാൻഡ് വിഡ്ത്ത്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പറയാനായിട്ട് പോകുന്നത് ടൈപ്സ് ഓഫ് സിഗ്നൽസ് ആണ്. ഇതെല്ലാം ടൈപ്പ് സിഗ്നലുകൾ ഉണ്ട് എന്നുള്ള കാര്യമാണ്. അതിലൊന്നാമതായിട്ട് നമ്മൾ പറയുന്നത് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ അല്ലെങ്കിൽ കണ്ടിന്യൂസ് സിഗ്നൽ, അതുമല്ലെങ്കിൽ അനലോഗ് സിഗ്നൽ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് സിഗ്നൽസ് ആണ്. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. സിഗ്നൽ ഇവിടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വോയിസ് സിഗ്നൽ ഇതിൻ്റെ എക്സാമ്പിൾ ആണ്. കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് സിഗ്നലാണ് ഇവിടെ ഉള്ളത്. അതേപോലെ തന്നെ നമുക്ക് ടൈമിൻ്റെ ഏത് വാല്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും -∞ മുതൽ എവിടെ പൊസിഷനിൽ -∞ മുതൽ +∞ വരെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള, ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, അവിടെയുള്ള ഏത് ടീയിലും ടൈമിൻ്റെ പൊസിഷൻ എവിടെ എടുത്ത്, ഇതിപ്പോൾ പോസിറ്റീവ് ഇതിൽ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എന്ന് പറഞ്ഞാൽ -∞ മുതൽ ∞ വരെയുള്ള ഏത് പൊസിഷനിലും ടൈമിന് എടുത്തു കഴിഞ്ഞാലും അവിടെ x(t) എന്ന് പറയുന്ന ഒരു വാല്യൂ, ആ സിഗ്നലിന് ഒരു വാല്യൂ ഉണ്ടാവും എന്നുള്ളതാണ് കാണിക്കുന്നത് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കണ്ടിന്യൂസ് ആണ്, ടൈം കണ്ടിന്യൂസ് ആയിട്ട്, അത്രയും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ടൈം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇതാ, ഇപ്പോൾ ഇവിടുന്ന് ഇവിടെ ഈ 0 മുതൽ ഇതുവരെ എടുത്തു കഴിഞ്ഞാലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണത്. അപ്പോൾ 0 മുതൽ എവിടെ വരെ എടുത്തു കഴിഞ്ഞാലും അത് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് ആ ഏത് ടൈമിലും ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നോക്കുകയാണെങ്കിൽ, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇതാ ഈ സമയത്തിനനുസരിച്ച് ഇങ്ങോട്ട് എത്ര ഉണ്ട്, ഇവിടെ ഇതാണ് പൊസിഷൻ, ഓരോ പോയിന്റ് എടുത്ത് ഇവിടെയുള്ള ഓരോ ടൈം സിമ്പിൾ ഡോട്ട് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. അതിന് നേരെ മുകളിലേക്ക് പ്രൊജക്ട് ചെയ്താൽ നമുക്കതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കിട്ടും. അപ്പോൾ ടൈമിലും അതേപോലെ തന്നെ അതിൻ്റെ x(t) ആ ഫംഗ്ഷന്റെ വാല്യൂ, ആ സിഗ്നലിന്റെ വാല്യൂവും കണ്ടിന്യൂസ് ആണ്. എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡും ടൈമും എന്താണ്, കണ്ടിന്യൂസ് ആണ്. അപ്പോൾ കണ്ടിന്യൂസ് ഇൻ ആംപ്ലിറ്റ്യൂഡ് ആൻഡ്
കണ്ടിന്യൂസ് ഇൻ ടൈം. ടൈമിലും അതേപോലെ തന്നെ ആംപ്ലിറ്റ്യൂഡ്, അതാണ് കണ്ടിന്യൂസ് ടൈം സിഗ്നലിന്റെ പ്രത്യേകത. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഇൻ ബോത്ത് time and amplitude. Okay, so this is about continuous time signal. ഇനി പറയാനുള്ളത് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആണ്. രണ്ടാമത്തേത് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. കണ്ടിന്യൂസ് ടൈം സിഗ്നൽ പറഞ്ഞു. ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും, പക്ഷേ ടൈം ഡിസ്ക്രീറ്റ് ആണ്. ഡിസ്ക്രീറ്റ് ഇൻ ടൈം, കണ്ടിന്യൂസ് ഇൻ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഡിസ്ക്രീറ്റ് ഇൻ ടൈം. ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റീജർ വാല്യൂ, അങ്ങനെ ഓരോരോ പർട്ടിക്കുലർ പോയിന്റുകൾ മാത്രം. ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലാക്കി മാറ്റാൻ നമുക്ക് സാമ്പിളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തിയാൽ മതി. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ ഡിസ്ക്രീറ്റ് ടൈം ആക്കി മാറ്റാൻ എന്ത് ചെയ്താൽ മതി? സാമ്പിളിംഗ് നടത്തിയാൽ മതി. എന്താണ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേര് തന്നെയുണ്ട്, ഡിസ്ക്രീറ്റ് ഇൻ ടൈം ആൻഡ് കണ്ടിന്യൂസ് ഇൻ ആംപ്ലിറ്റ്യൂഡ്. എന്താണ് കണ്ടിന്യൂസ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ഇൻ ടൈം ആൻഡ് കണ്ടിന്യൂസ് ഇൻ ആംപ്ലിറ്റ്യൂഡ്. ഡിസ്ക്രീറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് ഇൻ ടൈം ആൻഡ് കണ്ടിന്യൂസ് ഇൻ ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആക്കാൻ എന്ത് ചെയ്താൽ മതി? സാമ്പിളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തിയാൽ മതി. അപ്പോൾ ഇതാണ് നമ്മൾ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിനെ. ഇതൊരു കണ്ടിന്യൂസ് ടൈം സിഗ്നലാണ്. ഇത് ടൈമാണ് ഇവിടെ. ഇത് എക്സ് ഓഫ് ടൈമാണ്. ഇത് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലാണ്. ഇവിടെ എൻ ആണ് സാമ്പിളിങ്ങിൻ്റെ. ഇവിടെ എക്സ് ഓഫ് എൻ. ഈ രീതിയിലാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു ടേം ഉണ്ട്, എഫ് എസ് എന്ന് പറയുന്നത്. ഈ സാമ്പിളിംഗ് ഫ്രീക്വൻസി നമ്മുടെ ഫ്രീക്വൻസിയുടെ 2 മടങ്ങിന് ഈക്വൽ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിരിക്കണം. അപ്പോൾ നമുക്കറിയാം ഫ്രീക്വൻസിയും എഫ് എസും ടി എസും തമ്മിലുള്ള ബന്ധം 1/, എടുത്താൽ മതി. അപ്പോൾ ടി എസ് എങ്ങനെ തീരുമാനിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ നിന്നാണ്. ടി എസ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് ഓഫ് എൻ ടി എസ് ഇതുപോലെയാണ് റെപ്രസെന്റ് ചെയ്യുക. എക്സ് ഓഫ് എൻ ടി എസ് അല്ലെങ്കിൽ എക്സ് ഓഫ് എൻ ടി ബൈ എസ് എന്നുള്ള രൂപത്തിലാണ്. എൻ ടി ബൈ എസ് എന്ന് പറഞ്ഞാൽ എൻ ടി എസ് റേസ് ടു -1. അപ്പോൾ ഈ രൂപത്തിലാണ് ഇതിന്റെ റെപ്രസെന്റേഷൻ, നമ്മുടെ സിമ്പിൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, എക്സ് ഓഫ് ടി എസിന്റെ വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ് ഓഫ് എൻ എന്ന് പറയാം. അപ്പോൾ എൻ എക്സ് ഓഫ് എൻ ഈ രൂപത്തിലാണ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഓരോ നമ്പർ, ഇപ്പോൾ എന്താ പറയുക, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ഇൻറ്റീജേഴ്സിൽ മാത്രം, ആ രീതിയിൽ മാത്രമേ ഇവിടെ എന്തുള്ളൂ നമുക്ക് കാണുന്നുള്ളൂ, ടൈം കാണുന്നുള്ളൂ. 0, 1, 2, 3 അങ്ങനെ ഓരോ ടൈമിൽ മാത്രം. ഡിസ്ക്രീറ്റ് ഇൻ ടൈം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിലുണ്ട്, പക്ഷേ നമ്മളത് കാണിക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള സ്ഥലങ്ങളുണ്ട്, നമുക്ക് അനാലിസിസിനും കാര്യങ്ങൾക്കും ഇത് തന്നെ കാണിച്ചാൽ മതി. അപ്പോൾ ഇതാണ് ഡിസ്ക്രീറ്റ് ടൈം എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ യൂസ് ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബാൻഡ് വിഡ്ത്ത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റുന്നത് ബാൻഡ് വിഡ്ത്ത് കുറയും. അതുപോലെ തന്നെ ഈ ഡിസ്ക്രീറ്റ് കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലാക്കി മാറ്റാൻ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് സാമ്പിളിംഗ് എന്നാണ്. അതുപോലെ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഇൻ ടൈം ആൻഡ് കണ്ടിന്യൂസ് ഇൻ ആംപ്ലിറ്റ്യൂഡ് ആണ്. ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് ഇൻ ടൈം ആൻഡ് കണ്ടിന്യൂസ് ഇൻ ആംപ്ലിറ്റ്യൂഡ് ആണ്. ആ കൺവേർഷൻ പ്രോസസ്സിനെ വിളിക്കുന്ന പേര് സാമ്പിളിംഗ് എന്നാണ്. ഈ രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് ഡിസൈഡ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം എഫ് എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2FM. അതിൽ നിന്നാണ് ടി എസിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ടി എസ് 1 ആണെന്നുണ്ടെങ്കിൽ എക്സ് ഓഫ് എൻ എന്നുള്ള രൂപത്തിലേക്ക് വരും. അപ്പോൾ കണ്ടിന്യൂസ് ടൈം എന്ന് പറയുന്നത് ടിയും എക്സ് ഓഫ് ടിയും ആണെങ്കിൽ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിൽ നമ്മൾ ആ ഇക്വേഷൻ രേഖപ്പെടുത്തുന്നത് എന്നും എക്സ് ഓഫ് എന്നും ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലുമായിട്ടും കണ്ടിന്യൂസ് ടൈം സിഗ്നലുമായിട്ടും ബന്ധപ്പെട്ട്. ഇനി പറയാനുള്ളതാണ് ഡിജിറ്റൽ സിഗ്നൽസ് എന്ന് പറയുന്നത് മൂന്നാമത്തേത്. ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു കണ്ടിന്യൂസ് എന്താണ്, ഡിസ്ക്രീറ്റ് എന്താണ്. ഇപ്പോൾ ഡിസ്ക്രീറ്റ് അല്ലെങ്കിൽ ക്വാണ്ടൈസ്ഡ് എന്ന് പറയും. ഡിസ്ക്രീറ്റൈസ്ഡ് ഇൻ ടൈം ആൻഡ് ആംപ്ലിറ്റ്യൂഡ്. ടൈമിലും ആംപ്ലിറ്റ്യൂഡിലും ഡിസ്ക്രീറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ക്വാണ്ടൈസ്ഡ് ആണെങ്കിൽ അല്ലെങ്കിൽ അതിൽ രണ്ടിലും ഇൻറ്റീജർ ആ രീതിയിൽ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും അതിനെ ഡിജിറ്റൽ സിഗ്നലാണ്. കണ്ടിന്യൂസ് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ഇൻ ടൈം ആൻഡ് കണ്ടിന്യൂസ് ഇൻ ആംപ്ലിറ്റ്യൂഡ് അല്ലേ. ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രീറ്റ് ഇൻ ടൈം ആൻഡ് കണ്ടിന്യൂസ് ഇൻ ആംപ്ലിറ്റ്യൂഡ്. എന്നാൽ ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രീറ്റ് ഇൻ ബോത്ത് ടൈം ആൻഡ് ആംപ്ലിറ്റ്യൂഡ്. ഡിസ്ക്രീറ്റഡ് എന്നുള്ളതിൻ്റെ മറ്റൊരു ടേമാണ് ക്വാണ്ടൈസ്ഡ്. ഡിസ്ക്രീറ്റൈസ്ഡ് എന്നുള്ളതിൻ്റെ ക്വാണ്ടൈസ്ഡ്. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ
ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാണ്ടൈസേഷൻ ആണ്. ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ ഡിസ്ക്രീറ്റ് ടൈം ആക്കി മാറ്റാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പിളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. ഇത് രണ്ടും നമ്മൾ പഠിച്ചു വെക്കുക, ഓർത്ത് വെക്കുക. ഓക്കെ, സിഗ്നൽ ഈ രൂപത്തിൽ വരും. അപ്പോൾ ഇതാണ് ടൈപ്സ് ഓഫ് സിഗ്നൽസ് നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കി വെക്കേണ്ടത്. 1 കണ്ടിന്യൂസ് ടൈം സിഗ്നൽ, 2 ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ, 3 ഡിജിറ്റൽ ടൈം സിഗ്നൽ. ഇത് ഓരോന്നും എന്തൊക്കെയാണ് എന്നും ഓരോന്നും തമ്മിലുള്ള കൺവേർഷൻസിന് അതിന് പറയുന്ന പേരെന്താണ് എന്നും ഏത് പ്രോസസ്സാണ് നടത്തുക എന്നുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം ഓർത്ത് വയ്ക്കുക, നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ.